വെൻ ഐ വാസ് ഇൻ സെയിൽസ്. പൈസ ഉണ്ടാക്കി ഒരുപാട്, പക്ഷെ ഉണ്ടാക്കിയ പൈസ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടായില്ല. ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പൈസ ഉണ്ടായി, ബട്ട് ഐ ഹാവ് ബീൻ ഫെൽറ്റ് മണി. പൈസ ഉണ്ടായി, പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് പല ബിസിനസ്സുകാർക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞു വരുന്നു. പൈസ ശരിക്കുണ്ട് ബാങ്കിൽ, പക്ഷെ ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് വേണം. 240 സ്റ്റാഫുള്ള പല ബിസിനസ് ഓണറിനും വീട്ടിലുള്ള 3 വയസ്സുള്ള മോനെ മാനേജ് ചെയ്യാൻ അറിയില്ല. 12 വയസ്സുള്ള കുട്ടിയുമായിട്ട് അവനൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫാമിലി ലൈഫിൽ ഹീൽ ബി ഫെയിലർ. അപ്പോ ഞാൻ പോയൊരു പാത്ത് ഉണ്ടായിരുന്നു. സെയിൽസ് വാസ് ജസ്റ്റ് മേക്കിംഗ് മണി. ആ മേക്കിംഗ് മണിയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് പണമായിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ടത് ബന്ധങ്ങളാണ്, എനിക്ക് നഷ്ടപ്പെട്ട മോറൽസ് ആണ്, വാല്യൂസ് ആണ്. എന്റെ കംപ്ലീറ്റ് സിസ്റ്റവും ഡിസോറിയന്റഡ് ആയി. അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സെയിൽസ് നമുക്ക് പറ്റിയ പണിയല്ല. ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു ഐ വിൽ നോട്ട് സെൽ. കാരണം വേറൊരു വശവും കൂടെ ഉള്ളത്, ഞാൻ വിറ്റത് ഇൻഷുറൻസുവാ, ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് ഞാൻ പറയും ശവപ്പെട്ടി വിൽക്കുന്ന പോലെയാ. മേടിക്കുന്നവൻ അത് ഉപയോഗപ്പെടണമെങ്കിൽ അയാൾ ചെറുതായിട്ടൊന്ന് മരിക്കണം. അപ്പം അങ്ങനെ വേണം കൺവിൻസ് ചെയ്യാൻ. അപ്പൊ ഒരുപാട് കള്ളം പറയണം. അപ്പൊ സോ ഐ തോട്ട് ഐ വിൽ നോട്ട് സെൽ എനിമോർ. എന്നിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് പണിക്ക് പോയി. UK-ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എഞ്ചിനീയറിംഗിന് ഫിറ്റ് അല്ല. പിന്നെ എങ്ങനെ ഞാൻ ലൈഫിൽ മുമ്പോട്ട് പോകുന്ന സ്റ്റക്കായിരിക്കുന്ന ഒരു സമയത്താണ് ഈ അത്ഭുതം എന്നൊക്കെ പറയുന്ന പോലെ ഈ പുസ്തകം നമ്മുടെ ലൈഫിൽ വരുന്നത്. എന്റെ ഭാര്യയാണ് ആദ്യമായിട്ട് ഈ പുസ്തകം നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്നലെ എന്നോട് ഇതുവഴി നടന്നു പോയപ്പോ ചോദിച്ചു, ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റിയൊരു ബുക്ക് സാറേ പറഞ്ഞു തരുമോ? റിച്ച് ഡാഡ് പൂർ ഡാഡ് വായിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റോളില് വിശുദ്ധ ഖുർആന്റെ ട്രാൻസ്ലേഷൻ കിട്ടും. ഒരു റിച്ച് ഡാഡും പൂർ ഡാഡ് വായിച്ചാലും സക്സസ്ഫുൾ ആകാത്ത മനുഷ്യർക്കൊക്കെ ഈസി ആയിട്ട് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ആ ബുക്ക്. പലപ്പോഴും നമ്മൾ ഷോക്കേസിൽ വെക്കാറുള്ളൂ. ഞാനും എന്റെ വൈഫാണ് ആദ്യമായി ഈ പുസ്തകം തന്നിട്ട് എന്നോട് പറഞ്ഞത് ഇതിനകത്തുള്ള സൊല്യൂഷൻസ്. അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് സെല്ലിംഗ് ഈസ് നോട്ട് ലൈങ്, സെല്ലിംഗ് വാസ് സെർവിങ്. സെല്ലിംഗ് ഈസ് സെർവിങ്. കച്ചവടം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു പ്രവൃത്തിയാണെന്ന് പഠിപ്പിച്ചത് നമ്മുടെയൊക്കെ ലീഡറാണ്, റോൾ മോഡലായ പ്രോഫറ്റ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റവും അറിയപ്പെടുന്ന വലിയ കച്ചവടക്കാരിയായിരുന്നു. അപ്പൊ കച്ചവടം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ഇസ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് മണി. പൈസ മാത്രം ഉണ്ടാക്കലല്ല, ഇടങ്ങേറായി നിൽക്കുന്ന കുറെ മനുഷ്യരെ പോയി തട്ടി തടവി അയാളുടെ പ്രശ്നം കണ്ട് മനസ്സിലാക്കിയിട്ട് അയാളുടെ ഇടങ്ങേറും പ്രയാസവും മാറ്റാൻ പറ്റുന്ന ഏതോ ഒരു പ്രോഡക്റ്റോ സർവീസോ എഫക്റ്റീവായിട്ട് എനിക്ക് അയാൾക്ക് കൊടുത്ത് അയാളുടെ മുഖത്ത് കാണുന്ന ചിരി കാണുന്നത് വരെ അയാളുടെ കൂടെ നിൽക്കുന്നതിന്റെ പ്രോസസ്സിന്റെ പേരാണ് സെയിൽസ്. ഇവിടെ നന്മയുള്ളത്, ഇവിടെ ഹ്യൂമാനിറ്റി ഉള്ളത് ഈ പെർസ്പെക്റ്റീവിൽ. അവിടെ പൈസ എന്ന് പറയുന്ന വസ്തുവില്ല, പക്ഷേ പൈസ നമ്മുടെ പിറകെ വരും. മനുഷ്യന്മാരുടെ പിറകെ പോകുമ്പോൾ പൈസ പിറകെ വരുന്ന ഒരു അത്ഭുതം ഇൻഫാക്ട് സെയിൽസിനെ സ്പിരിച്വൽ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ വേർഡ് പറയുമ്പോൾ പലർക്കും എതിരഭിപ്രായം ഉണ്ടായും. ആത്മീയ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പലതും ഒക്കെ ഓർമ്മ വരും. എന്നാൽ കച്ചവടത്തിന് വേണ്ടത് ആത്മീയതയാണ്. ആത്മീയ കച്ചവടമാണ് നമ്മൾ നടത്തേണ്ടത്. അതായത് ആത്മാവിൽ നിന്ന് നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ പടച്ചവൻ ദൈവം നമ്മുടെ മുന്നിൽ വരും. ദൈവികമായ ഒരു ട്രാൻസാക്ഷൻ ആണ് കച്ചവടം. ഈ കച്ചവടത്തിൽ നമുക്ക് ജസ്റ്റ് മേക്കിംഗ് മണി ആയിരിക്കില്ല, മണി മേക്കിംഗ് ഉണ്ടാവും ബൈ പ്രോഡക്റ്റ് ആയി. ഞാൻ പറയും പ്രോഫിറ്റ് ബിഹൈൻഡ് പ്രോഫിറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ബിഹൈൻഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ പുറകിൽ പ്രോഫിറ്റ് വെച്ചാൽ ഉണ്ടാവുന്ന അത്ഭുതം, അത് മനുഷ്യർക്ക് തിരിയണമെങ്കിൽ യു ഹാവ് ടു ബി സ്പിരിച്വൽ. റിലീജിയസ് ആയ മാത്രം പോരാ. പള്ളിയിലോ അമ്പലത്തിലോ നിസ്കാരമോ കൊന്ത ചൊല്ലലോ മാത്രം ഒന്നും കിട്ടില്ല. ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റണം. ആ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സീക്രട്ട് നമ്മൾ ഒരു ഫോർമുല ആയിട്ടോ അല്ലെങ്കിൽ അതൊരു SOP ആയിട്ടോ ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഡിസംബർ 14 കാലിക്കറ്റിൽ ഹ്യൂമാറ്റ്സ് എന്ന പേരിൽ നമ്മളൊരു വലിയ ട്രാൻസ്ഫോർമേഷണൽ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബിസിനസ്സുകാർക്ക്, എസ്പെഷ്യലി സെയിൽസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക്, എംപ്ലോയീസിന്, ഹൗസ് വൈഫ്സിന്, ജോലി സീക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, സ്റ്റുഡൻസിനൊക്കെ എങ്ങനെ ഹൃദയം കൊണ്ട് മനസ്സിലുള്ള സ്വപ്നങ്ങളെ കണ്ണിലൂടെ കാണാൻ പറ്റുന്ന സീക്രട്സ് എന്തൊക്കെയാണ്, ടൂൾസ് എന്തൊക്കെയാണ്. ഈ ടൂൾസ് മാത്രം പഠിച്ചാൽ പോരാ, ഇത് എക്സിക്യൂട്ടും ചെയ്യണം. പലപ്പോഴും ഇൽമും അമലും അതായത് ഇൽമെന്ന് പറഞ്ഞാൽ ഈ നോളജും, അമൽ എന്ന് പറഞ്ഞാൽ അതെടുത്ത് പ്രവർത്തിക്കലുമാണ്. രണ്ടും ഒരേ വാക്കല്ലേ, ഐൻ മീം ലാമൊക്കെ
ഒരു മീമും ലാമും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയാൽ വലിയ അത്ഭുതം സംഭവിക്കും. ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് കൂടെ ഉള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഒരു 30 ഡേയ്സിന്റെ ഒരു ഫോളോ അപ്പും കൂടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൊടുക്കും. ഇവര് വെറുതെ വിടില്ല. പഠിച്ചത് നടപ്പിലാക്കി എന്ന് ഉറപ്പ് വരുത്തി അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ വരുന്ന ഡിസംബർ 14 കാലിക്കറ്റിൽ നടക്കുന്നത്. കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വെൽക്കം ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യാണ്. ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ചേഞ്ചസ് ഈ പ്രോഗ്രാമിലൂടെ ഉണ്ടാകും.